എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഡെയിൻ റോസ്. ഞാനൊരു ആയുർവേദ മെഡിക്കൽ ഓഫീസറായി വർക്ക് ചെയ്യുന്നു. കർക്കടക മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ കാലയളവിൽ നമ്മൾ പാലിക്കേണ്ട ചര്യകളെക്കുറിച്ചും എന്തൊക്കെ ചികിത്സാ രീതികളാണ് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ നമുക്കൊന്ന് നോക്കാം. ആയുർവേദത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം ആൻഡ് ആതുരസ്യ വികാര പ്രശമനം എന്നുള്ളതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് വെച്ചാൽ സ്വസ്ഥനായിരിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യവാനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതും അതുപോലെ തന്നെ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആ രോഗാവസ്ഥ മാറ്റുക അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്ക് ഒരു ശമനം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ആയുർവേദത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ലക്ഷ്യത്തിന് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസമാണ് കർക്കടക മാസം എന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ള പോലെ തന്നെ നമ്മുടെ മലയാള വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ മാസമായിട്ടാണ് നമ്മൾ കർക്കടക മാസത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം മുഴുവനും നമ്മൾ ഒരുപാട് ബിസി ഷെഡ്യൂളിൽ കൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു മാസം, ആ ഒരു കർക്കടക മാസം എന്നത് വളരെ നമ്മുടെ കേരളീയ രീതികൾ പ്രകാരം, കേരളീയ ചികിത്സാ രീതികൾ പ്രകാരം നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു റെജുവിനേഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസമായിട്ടാണ് കണക്കാക്കുന്നത്. എന്താണ് നമ്മുടെ ഈ കർക്കടക മാസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്നത് നമുക്ക് നോക്കാം. എന്താണ് കർക്കടക മാസത്തിന്റെ പ്രാധാന്യം? നമ്മുടെ കർക്കടകം എന്ന് പറയുമ്പോൾ ഒരു പഞ്ഞമാസം അല്ലെങ്കിൽ പട്ടിണിയുടെ മാസം ഒക്കെ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ ആയുർവേദ പ്രകാരം പറയുവാണെങ്കിൽ ആ ഒരു വർഷ ഋതു, അതായത് ആ ഒരു മഴക്കാലം ഒക്കെ ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ അതിന് ആ ഒരു മഴക്കാലത്തിന് തൊട്ട് മുൻപ് തന്നെ ഭയങ്കരമായിട്ടുള്ള ഉഷ്ണകാലം അല്ലെങ്കിൽ വേനൽക്കാലം. ഈ ഒരു വേനൽക്കാലത്തിൽ തന്നെ നമ്മുടെ ശരീരം നല്ല രീതിക്ക് ക്ഷയിച്ചാണിരിക്കുന്നത്. നമ്മുടെ ബലമൊക്കെ ഒരു ക്ഷയിച്ച അവസ്ഥയിലിരിക്കുന്നു. പെട്ടെന്ന് നമ്മളൊരു വർഷകാലത്തിലേക്ക്, ഒരു മഴക്കാലത്തിലേക്ക് കടക്കുമ്പോഴേക്കും നമ്മുടെ ഇത്രയും അധികം ബലം ക്ഷയിച്ചിരിക്കുന്ന ശരീരത്തിന് ത്രിദോഷ കോപം വരികയും പ്രത്യേകിച്ചും ആ ഒരു വാതദോഷത്തിന് അത്യധികം ദുഷ്ടി സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനശക്തി വളരെയധികം കുറയുന്നു. നമ്മുടെ ബലം ക്ഷയിക്കുന്നത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറയുന്നു. അക്കാരണങ്ങളാൽ തന്നെ വളരെയധികം രോഗങ്ങൾ നമ്മുടെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നു. അപ്രകാരമുള്ള പകർച്ചവ്യാധികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഷിഗല്ല പോലുള്ള ഒത്തിരി രോഗങ്ങൾ വളരെയധികം വേഗത്തിൽ നമ്മുടെ കടന്നുകൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് സ്വസ്ഥനായിരിക്കുന്ന ഒരാൾക്ക് പോലും രോഗം വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഈ കർക്കടക മാസത്തിൽ. അപ്പോൾ രോഗിയായിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഈ വാതദോഷങ്ങളൊക്കെ കൂടുമ്പോൾ സന്ധിവേദന പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മൂർച്ഛിക്കുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചു വരുന്നു. ഇവിടെയൊക്കെയാണ് കർക്കടക ചര്യകളുടെയും കർക്കടക ചികിത്സകളുടെയും ഒക്കെ പ്രാധാന്യം വരുന്നത്.